ഹായ് ഗൈസ്, നമുക്ക് ഇന്ന് 2021 മാത്തമാറ്റിക്സ് മോഡൽ എക്സാമിൻ്റെ അനാലിസിസിലേക്ക് നടക്കാം. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ 120 മാർക്കിനുള്ള ചോദ്യങ്ങളുണ്ടാവും. അതിൽ നിന്ന് 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമുക്ക് എടുത്തെഴുതിയാൽ മതി. നമുക്കിഷ്ടമുള്ള ഓപ്ഷൻസ് നമുക്ക് തിരഞ്ഞെടുക്കാം. നമുക്ക് ഏറ്റവും കൂടുതൽ കോൺഫിഡൻസ് ഉള്ള ഓപ്ഷൻസ് നമുക്ക് നന്നായിട്ട് എഴുതിയിട്ട് നന്നായി സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്രാവശ്യത്തെ. നമുക്കിനി ഓരോ ചാപ്റ്റർ വൈസുള്ള അനാലിസിസിലേക്ക് കിടക്കാം. ഇപ്പോൾ ചാപ്റ്റർ വൈസ് നോക്കുമ്പോൾ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് 9 മാർക്കിനാണ് ചോദ്യം വന്നിരിക്കുന്നത്. അടുത്തത് ഇൻവേഴ്സ് ട്രിഗ്നോമെട്രിയാണ്, അതിൽ നിന്ന് 7 മാർക്കിനാണ്. മെട്രിക്സ് ആൻഡ് ഡിറ്റർമിനൻറ്റ്സ് ഈ ചാപ്റ്റർ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് ഈ 2 ചാപ്റ്ററിൽ നിന്നും 30 കൂടുതൽ 40 മാർക്കിനോളാണ് വന്നിരിക്കുന്നത്. അടുത്ത കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഇവിടെ 14 മാർക്കിനാണ്. ഡെറിവേറ്റീവിൽ നിന്നും 14 മാർക്കിനാണ്. ഇൻ്റഗ്രൽസിൽ നിന്ന് 10 മാർക്കിന് 7 മാർക്കിനൊക്കെയാണ് വരുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്ന് നമുക്ക് 6 മാർക്കിനൊക്കെ വരുന്നുള്ളൂ. പിന്നെ വെക്റ്റർ ആൻഡ് 3D 7 മാർക്കിന് ആണ് വന്നിരിക്കുന്നത്. ലീനിയർ പ്രോഗ്രാമിംഗ് 6 മാർക്ക്, പ്രോബബിലിറ്റി 4 മാർക്കിനാണ് വന്നിരിക്കുന്നത്. അങ്ങനെ 120 ചോദ്യങ്ങളുണ്ട്. 3 മാർക്കിൻ്റെ 10 ചോദ്യങ്ങളും 4 മാർക്കിൻ്റെ 12 ചോദ്യങ്ങളും 6 മാർക്കിൻ്റെ 7 ചോദ്യങ്ങളും, അങ്ങനെ 29 ചോദ്യങ്ങളാണുള്ളത്. ഇതിൽ നിന്ന് 60 മാർക്കിനുള്ള ചോദ്യങ്ങൾ നമ്മൾ ആദ്യം തന്നെ എഴുതുക. നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പാഠഭാഗത്തിൽ നിന്നുള്ള ചോദ്യങ്ങൾ തിരഞ്ഞെടുത്ത് 60 മാർക്കിന് എഴുതിയതിനു ശേഷം ബാക്കിയുള്ള ഓപ്ഷനിലേക്ക് കിടക്കുക. അങ്ങനെയാണെങ്കിൽ നമുക്ക് എളുപ്പം സ്കോർ ചെയ്യാനായിട്ട് പറ്റും. അടുത്ത നമുക്ക് ഫോക്കസ് ഏരിയ എത്ര മാർക്കിനാണ് വന്നിരിക്കുന്നതെന്ന് നോക്കാം. ഫോക്കസ് ഏരിയ വൈസ് നോക്കാം. ഇപ്പോൾ ഫോക്കസ് ഏരിയ വൈസ് നോക്കുമ്പോൾ നമുക്ക് റിലേഷൻ ആൻഡ് ഫംഗ്ഷനിൽ നിന്ന് 6 മാർക്കിനാണ് ഫോക്കസ് ഏരിയയിൽ നിന്നുള്ള ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ഇൻവേഴ്സിൽ നിന്ന് 6 മാർക്കിന്, മെട്രിക്സിൽ നിന്ന് 17 മാർക്കിനാണ്, ഡിറ്റർമിനൻസിൽ നിന്ന് 12 മാർക്കിന്, കണ്ടിന്യൂറ്റിയിൽ നിന്ന് 10 മാർക്കിന്, ഡിഫറൻഷ്യബിലിറ്റി ആൻഡ് കണ്ടിന്യൂറ്റിയിൽ നിന്ന് 10 മാർക്കിന്, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവിൽ നിന്ന് 11, ഇൻ്റഗ്രലിൽ നിന്ന് 3 മാർക്കിനാണ് ഫോക്കസ് ഏരിയ വന്നിരിക്കുന്നത്. ആപ്ലിക്കേഷൻ ഓഫ് ഇൻ്റഗ്രൽസിൽ നിന്നും 3 മാർക്കിനാണ്. ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നിന്ന് 4 മാർക്കിനാണ്. വെക്ടർ ആൾജിബ്രയിൽ നിന്ന് 7 മാർക്ക്, 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ നിന്ന് 7 മാർക്ക്, ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലത്തിൽ നിന്ന് 6 മാർക്ക്, പ്രോബബിലിറ്റിയിൽ നിന്ന് 4 മാർക്ക്. ഇതിൽ 9 മുതൽ 13 വരെയുള്ള ചാപ്റ്ററിൽ 9 മുതൽ 13 വരെയുള്ള പാഠഭാഗങ്ങളിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ നിന്ന് മാത്രമേ ചോദ്യങ്ങൾ വന്നിട്ടുള്ളൂ. ബാക്കിയുള്ള പാഠഭാഗത്തിൽ നിന്ന് ഫോക്കസ് ഏരിയയിൽ നിന്നും അല്ലാതെയും വന്നിട്ടുണ്ട്. ഇതിൽ ആദ്യത്തെ 6 ചാപ്റ്റേഴ്സിൽ നിന്ന് തന്നെ നമുക്ക് 60 കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കും. ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് ഏറ്റവും കൂടുതൽ സ്കോറിങ് വന്നിരിക്കുന്നത് മെട്രിക്സ്, ഡിറ്റർമിനൻറ്റ് ആൻഡ് ഡിഫറൻഷിയേഷൻ ഈ 3 ചാപ്റ്ററിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. പിന്നെ ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ് ഈ 3-4 ചാപ്റ്റേഴ്സിൽ നിന്നാണ് കൂടുതൽ പോയിൻറ്റ്സ് വന്നിരിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ 6 ചാപ്റ്റർ, അതായത് ഫസ്റ്റ് വോള്യൂം പഠിച്ചു കഴിഞ്ഞാൽ തന്നെ നമുക്ക് നന്നായിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. ഫസ്റ്റ് പോർഷൻ്റെ ഫോക്കസ് ഏരിയ മാത്രം തന്നെ പഠിച്ചാൽ തന്നെ നമുക്ക് കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പോൾ നമുക്ക് ഫോക്കസ് ഏരിയയിൽ നിന്ന് ടോട്ടലായിട്ട് 96 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിരിക്കുന്നത്. അതായത് 120-ൽ 96 മാർക്കിനുള്ള ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്ക് ആകെ 60 മാർക്കിനുള്ള ചോദ്യങ്ങളെ വന്നിട്ട് എഴുതേണ്ട ആവശ്യമുള്ളൂ. ഇവിടെ 96 മാർക്കിനും ഫോക്കസ് ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അതായത് 80% ചോദ്യങ്ങളും ഫോക്കസ് ഏരിയയിൽ നിന്നാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നന്നായിട്ട് പ്രിപ്പയർ ചെയ്ത് എല്ലാവരും എക്സാം നന്നായിട്ട് എഴുതാം. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ആൻഡ് എല്ലാവരും 60 ഔട്ട് ഓഫ് 60 സ്കോർ ചെയ്യാം.